അധ്യായം 22. വിപാശയും ലിയോയും പരിശീലന കളരിയിൽ വെച്ച് ഏറ്റുമുട്ടി. ലിയോയുടെ പിടിയിൽ നിന്നും സ്വതന്ത്രയാകാൻ കഴിയാത്ത വിപാശ തന്റെ രൂപമാറ്റ ശക്തി പ്രയോഗിച്ചു. അവൾ സിംഹമുഖമുള്ള ഒരു മൃഗമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വിപാശ ലിയോയെ ആക്രമിക്കുന്നു. മറ്റേതെങ്കിലും യോദ്ധാവിനോട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ തോൽവി സമ്മതിച്ചേനെ. എന്നാൽ ലിയോ എന്ന കോമാളിയോട് തോൽക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കോപം സഹിക്കാൻ കഴിയാതെ വിപാശ അവനെ ആക്രമിക്കാനായി ഓടിച്ചു. ഇത് ശരിയായ കാര്യമല്ല വിപാശ, ലിയോ ഓടുന്നതിനിടയിൽ നിലവിളിച്ചു. എന്നാൽ സിംഹമുഖമുള്ള വിപാശ അത് അവഗണിച്ച് തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ലിയോ ഭയന്ന് കണ്ണുകൾ മുറുകെ അടച്ചു. പെട്ടെന്നൊരു കുന്തം പാഞ്ഞു വന്ന് ഇരുവർക്കും ഇടയിൽ നിലത്ത് കുത്തി നിന്നു. ഓടിയെടുത്ത വിപാശ അത് കണ്ട് ആക്രമിക്കാതെ അറച്ചു നിന്നു. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. താമര അവിടെ നിൽക്കുന്നുണ്ട്. ലിയോയെ രക്ഷിക്കാനായി കുന്തമെറിഞ്ഞത് താമരയാണ്. ഇത് നിയമവിരുദ്ധമാണ് നേതാവേ. പരിശീലന പോരാട്ടങ്ങളിൽ പ്രത്യേക അധികാരം ഉപയോഗിക്കരുതെന്ന് നിയമമുണ്ട്. നിങ്ങൾ തന്നെ അത് ലംഘിക്കാൻ പാടുണ്ടോ? ഭയത്തോടെയാണെങ്കിലും താമര ചോദിച്ചു. തെറ്റു മനസ്സിലാക്കി വിപാശയുടെ ദേഷ്യം കുറഞ്ഞ് അവൾ ശാന്തയായി. രൂപമാറ്റ ശക്തി അപ്രത്യക്ഷമാകട്ടെ, വിപാശ പറഞ്ഞതും അവൾ മനുഷ്യരൂപത്തിലേക്ക് തിരികെ വന്നു. ആരെയും നോക്കാനോ സംസാരിക്കാനോ നിൽക്കാതെ കുറ്റബോധത്താൽ കുനിഞ്ഞ ശിരസുമായി അവൾ പരിശീലന കളരിയിൽ നിന്നും നടന്നു നീങ്ങി. എന്നാൽ പുറത്തേക്കിറങ്ങുന്നതിന് മുൻപ് അവൾ ലിയോയെ രൂക്ഷമായി നോക്കി. ഇത്തവണ താമര നിന്റെ ജീവൻ രക്ഷിച്ചു ലിയോ. എങ്കിലും നമുക്കിടയിലുള്ള പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അടുത്ത തവണ ഒരു ശക്തിയും ഉപയോഗിക്കാതെ തന്നെ നിന്നെ ഞാൻ കൊല്ലും. അതും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി. അവൾക്ക് എന്നോടുള്ള ദേഷ്യം ഇനിയും മാറിയില്ലേ? ഇവളെ ഇനിയും എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, ലിയോ വിഷമത്തോടെ പറഞ്ഞു. അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ താമരയും അവിടെ നിന്നും പോയി. മുറിയിലെത്തിയ വിപാശ വിശ്രമിക്കാനായിരുന്നു. അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ലിയോയെക്കുറിച്ചാണ് ആ സമയം അവൾ ചിന്തിച്ചത്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കാലമായി അഘോരവർമ്മ കലകൾ അഭ്യസിച്ചിരുന്നത് പോലെയാണ് ലിയോ ഇന്ന് യുദ്ധം ചെയ്തത്. അവന്റെ പിടിയിൽ നിന്നും പുറത്തു കടക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല. അവൻ ഈ കഴിവുകൾ എവിടെ നിന്നാവും ലഭിച്ചിട്ടുണ്ടാവുക, അവൾ ആലോചിച്ചു. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. വിപാശ അവളുടെ ബ്രേസ്ലെറ്റിലെ ഒരു ബട്ടൺ അമർത്തി. ഒരു മാജിക് സ്ക്രീൻ അവളുടെ മുന്നിൽ തുറന്നു. ലിയോയുമായി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് അവൾ മാജിക് സ്ക്രീനിൽ ആ പോരാട്ടം മുഴുവനും റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. അവൾക്ക് മുന്നിൽ അവർ രണ്ടാളും പോരാടുന്ന വീഡിയോ തുറന്നു വന്നു. ലിയോയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച വിപാശയുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. പോരാട്ടത്തിനിടയിൽ വിപാശയുടെ നീക്കങ്ങൾ പലതും ലിയോ മുൻകൂട്ടി കണ്ട് അതിനെ തടുക്കുന്നു. മാത്രമല്ല, അഘോരവർമ്മ കലയിലുള്ള പല സൂക്ഷ്മ വിദ്യകളും അവൻ ഈ പോരാട്ടത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അവൻ വർമ്മകലകളിൽ നല്ല പ്രാവീണ്യമുള്ളവനാണ്. ഇത്രയും കാലം ദുർബലനാണെന്ന് നടിച്ച് അവൻ എല്ലാവരെയും വിഡ്ഢികളാക്കി. പക്ഷെ എന്തിനു വേണ്ടി? ലിയോയെക്കുറിച്ച് ഉറപ്പായും എല്ലാം മനസ്സിലാക്കണം, അവൾ തീരുമാനിച്ചു. അന്നു മുതൽ വിപാശ ലിയോയെ പലതവണ വെല്ലുവിളിക്കുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അഘോരവർമ്മകല അറിയാമെന്നുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിലും വിപാശയുടെ പോരാട്ടത്തിന് മുൻപിൽ അവന്റെ അല്പമാത്രമായ അറിവുകൾ ഒന്നുമായിരുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ലിയോ വിപാശയോട് മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വേട്ടയാടാൻ മൃഗങ്ങളെ തേടി കാട്ടിൽ അലയുകയാണ് ലിയോ. എന്നാൽ വേട്ടയാടിയാൽ തുച്ഛമായ സെൽ പോയിന്റുകൾ മാത്രം ലഭിക്കുന്ന സാധു മൃഗങ്ങളെ മാത്രമാണ് അവൻ അവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള മൃഗങ്ങളെയെല്ലാം അവൻ വേട്ടയാടാതെ വെറുതെ വിട്ടു. ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ വിചിത്ര ജീവികളായ 3 കാട്ടുപൂച്ചകൾ മേഞ്ഞു നടക്കുന്നത് ലിയോ കണ്ടു. ഇതിനു മുൻപ് അവൻ അവയെ വേട്ടയാടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണ്ണ കവചം ധരിച്ചവരെ വേട്ടയാടുന്നത് അവന് പ്രയാസമായി തോന്നിയില്ല. 2 മൃഗങ്ങളെ വേട്ടയാടി കൊന്ന ലിയോ മൂന്നാമത്തതിനെ ജീവനോടെ പിടികൂടി. അവനൊരു ഉപായം തോന്നി. ഉൾക്കാടിനുള്ളിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം നോക്കി അവൻ തിരഞ്ഞെടുത്തു. ഒരു വലിയ കൂട് തയ്യാറാക്കി. ആ കാട്ടുപൂച്ചയെ കൂടിനുള്ളിലാക്കി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ക്രിസ്റ്റൽ നൽകി അതിന് പരിണാമം സംഭവിച്ചതിന് ശേഷം അവൻ അതിനെ വേട്ടയാടാൻ തീരുമാനിച്ചു. പാറകൾക്കിടയിലാണ് ആ കൂട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അത് എളുപ്പത്തിൽ കാണാൻ കഴിയില്ല. ലിയോ കാട്ടുപൂച്ചയെ പിടിച്ച് കത്തികൊണ്ട് അതിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് അതിനെ അന്ധനാക്കി. വേദന സഹിക്കാൻ കഴിയാതെ ആ മൃഗം അലറി വിളിച്ചു. ശേഷം ബ്ലാക്ക് ക്രിസ്റ്റൽ നൽകി അവൻ അതിനെ കൂടിനുള്ളിലാക്കി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സംഭവിക്കാതെ ഈ ജീവിക്ക് വേഗത്തിൽ പരിണാമ വളർച്ച ഉണ്ടാകുമോ എന്ന് നോക്കാം, ലിയോ ആലോചനയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ലിയോ പ്രതീക്ഷിച്ചതുപോലെ 2 മാസത്തിനകം അന്ധനായ ആ കാട്ടുപൂച്ച 3/4 ഭാഗത്തോളം ഒരു വിഷജന്തുവായി പരിണമിച്ചിരുന്നു. പക്ഷേ അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ ലിയോയുടെ ചലനങ്ങൾ ഒന്നും അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
അതിന്റെ തോല് കട്ടിയുള്ളതായി മാറി. കൂടാതെ പല്ലുകളും നഖങ്ങളും മൂർച്ചയുള്ളതായി. ആ മൃഗം കാണാൻ അത്യന്തം ഭയാനകമായി മാറി. ലിയോ അത് കണ്ട് അമ്പരുന്നു. അവന്റെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനുവും ആ മൃഗത്തിനെ കണ്ട് ഭയപ്പെട്ടു. ലിയോ അവൻ കൊണ്ടുവന്ന ഇറച്ചി ആ മൃഗത്തിനെ തീറ്റിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ ഈ മൃഗം പരിണമിച്ചു. ഇനി എനിക്കിതിനെ വേട്ടയാടാം, ലിയോ സന്തോഷത്തോടെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ലിയോ, നിനക്ക് ക്ഷമ എന്താണെന്ന് അറിയില്ലേ? ഈ ജീവി ഇപ്പോഴും പൂർണ്ണമായും വിഷമുള്ള മൃഗമായി പരിണമിച്ചിട്ടില്ല, ചീനു ലിയോയെ നോക്കി പറഞ്ഞു. ഇനിയും എത്ര നാൾ ഈ മൃഗം പരിണമിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും? ലിയോ നിരാശയോടെ ചോദിച്ചു. ലിയോ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവികൾക്ക് പരിണാമ വളർച്ചയിലെത്താൻ കഴിയില്ല. അതിന് കുറച്ച് സമയമെടുക്കും. ക്ഷമിച്ചാലേ അതിനുള്ള ഫലം കിട്ടൂ, ചീനു അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 1 മാസം കഴിഞ്ഞു. ലിയോ കാടുകളും മലകളും കയറിയിറങ്ങി. എവിടെ പോയിട്ടും അവന് വേട്ടയാടാൻ ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല. ഒടുവിൽ അവൻ കൂട്ടിലടച്ച കാട്ടുപൂച്ചയെ കൊല്ലാൻ തീരുമാനിച്ചു. അവൻ ആ മൃഗത്തെ അടച്ചുവെച്ച സ്ഥലത്തേക്ക് ചെന്നു. ആ മൃഗത്തെ കണ്ട അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ കാട്ടുപൂച്ച വിഷമുള്ള മൃഗത്തിൽ നിന്നും ഒരു രാക്ഷസ മൃഗമായി പരിണമിച്ചിരിക്കുന്നു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വിചിത്ര ജന്തു വെറും 3 മാസങ്ങൾ കൊണ്ട് ഒരു രാക്ഷസ മൃഗമായി പരിണമിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആ മൃഗത്തെ കണ്ട ചീനു ആശ്ചര്യത്തോടെ തിരക്കി. ബ്ലാക്ക് ക്രിസ്റ്റൽ. ഇതിന് കാരണം ബ്ലാക്ക് ക്രിസ്റ്റൽ ആണ്, ലിയോ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് ശരിക്കും അത്ഭുതമാണ് ലിയോ. ഒരു വിചിത്ര ജീവി പതിയെ പതിയെ രാക്ഷസ മൃഗമായി മാറി. ഇത് എത്ര വലുതാണെന്ന് നോക്കിയേ ലിയോ. ചീനുവിനുള്ളിലുള്ള ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല. ലിയോ മുന്നിലുള്ള മൃഗത്തിൽ നിന്നും കണ്ണെടുക്കാതെ അതിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അന്ധനായ ആ രാക്ഷസ മൃഗം നിശബ്ദനായി ചെവികൾ കൂർപ്പിച്ച് മുന്നിൽ നിൽക്കുന്നവരുടെ നീക്കമറിയാനായി ശ്രമിച്ചു. ഒരു രാക്ഷസ മൃഗത്തിനെ വേട്ടയാടി കാണുന്നത് വളരെ അപൂർവമാണ്. ഈ റൈഡൻ നഗരത്തിലെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് രാക്ഷസ മൃഗത്തെ വേട്ടയാടുന്നത്. മാത്രമല്ല, അടുത്ത കാലത്തായി നമ്മുടെ നഗരത്തിലെ ആളുകൾക്ക് ഒരു രാക്ഷസ മൃഗത്തിനെ കാണാൻ പോലും കിട്ടുന്നില്ല. നിനക്കറിയുമോ, വിപാശ പോലും ഒരു രാക്ഷസ മൃഗത്തിനെ വേട്ടയാടിയിട്ട് ഒരുപാട് കാലമായി. ഇതാണ് റൈഡനിലുള്ളവരുടെ അവസ്ഥ. എന്നാൽ നീയോ ഇവിടെ ഒരു രാക്ഷസ മൃഗത്തിന് ഇറച്ചി കൊടുത്ത് അതിനെ വളർത്തുന്നു, ചീനു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇത് പൂർണ്ണമായും ഒരു രാക്ഷസ മൃഗമായി പരിണമിക്കട്ടെ ചീനു. അതുവരെ ഞാൻ കാത്തിരിക്കും. ഒരു രാക്ഷസ മൃഗമായി പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ ഞാൻ ഇതിനെ വേട്ടയാടും. അപ്പോൾ എൻ്റെ പ്രത്യേക ശക്തികൾ വർദ്ധിക്കുകയും എനിക്ക് ആവശ്യമായ സെൽ പോയിന്റുകളും വിശുദ്ധ പോയിന്റുകളും ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഈ റൈഡൻ നഗരത്തിലെ വേട്ടയുടെ രാജാവായി മാറും, ലിയോ സന്തോഷത്തോടെ പറഞ്ഞു. കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. ലിയോ റൈഡൻ നഗരത്തിന്റെ തെരുവുകളിൽ കൂടി വെറുതെ അലഞ്ഞു നടന്നു. അവനരികിലൂടെ ആളുകൾ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. തെരുവിന്റെ ഇരുവശങ്ങളിലും കടകളുണ്ട്. അവിടെ പടയാളികളുടെ ആയുധങ്ങൾ, കവചങ്ങൾ, വേട്ടയാടപ്പെട്ട മൃഗങ്ങളുടെ മാംസം എന്നിവ വിൽക്കുന്നുണ്ട്. ഒരു കടയിൽ പടയാളികൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പോലെയുള്ള വ്യാജ ആയുധങ്ങൾ ഇരിക്കുന്നത് ലിയോ കണ്ടു. കുട്ടികൾ മാതാപിതാക്കളോട് വാശി പിടിച്ച് അത് വാങ്ങുന്നുണ്ട്. അതിലൊരു ആൺകുട്ടി മൃഗലോചനന്റെ ആയുധം പോലെയുള്ള ഒന്ന് വാങ്ങി. മറ്റൊരു കുട്ടി സൂര്യന്റെ സ്വർണ്ണ കവചം വാങ്ങി. രണ്ടാളും പരസ്പരം പോരടിച്ച് കളിക്കാൻ തുടങ്ങി. ലിയോ പുഞ്ചിരിയോടെ കുട്ടികൾ കളിക്കുന്നത് കുറച്ച് സമയം നോക്കി നിന്നു. പെട്ടെന്നൊരു ഭാഗത്തു നിന്നും ആളുകളുടെ ബഹളം ഉയർന്നു കേട്ടു. അവൻ ആ ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു കടയുടെ മുൻപിൽ ഒരു കൂട്ടം യുവാക്കൾ തടിച്ചുകൂടിയിരുന്നു. അവിടെ എന്താ ഇത്രയധികം ആൾക്കൂട്ടം? എന്താ അവിടെ നടക്കുന്നത്? അതെന്താണെന്നറിയാതെ കൗതുകത്തോടെ നോക്കി നിന്ന ലിയോ തന്നെ കടന്നുപോയ ഒരാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു. അവിടെ യുവാക്കൾ അവർക്ക് വേണ്ട തൊഴിൽ തിരഞ്ഞെടുക്കുന്ന ബഹളമാണ്. മറ്റു നഗരത്തിലെ ധനികരായ ആളുകൾ അവർക്ക് വേണ്ടി വേട്ടയാടാനായി ധീരന്മാരെ ജോലിക്കെടുക്കും. അതിന് ശമ്പളമായി അവർക്ക് ലൈഫ് സെല്ലുകളോ മൃഗത്തിന്റെ മാംസമോ കൊടുക്കും. മറ്റ് നഗരങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടിയുള്ള ഒരുപാട് കടലാസുകൾ വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ യുവാക്കളെല്ലാം ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്, അയാൾ പറഞ്ഞു. അതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ നഗരത്തിലുള്ളവർക്ക് പുറത്തുപോയി വേട്ടയാടേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ലിയോ സംശയത്തോടെ ചോദിച്ചു. അല്ല, നിനക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ? വർഷത്തിൽ 3 മാസം റൈഡൻ നഗരത്തിൽ വേട്ടയാടൽ നിരോധനമാണ്, അയാൾ പറഞ്ഞു. എന്ത്? വേട്ടയാടൽ നിരോധനമോ? അതെന്തിനാ? അവൻ അമ്പരപ്പോട് ചോദിച്ചു. ആ സമയം ജന്തുക്കൾക്ക് പ്രത്യുൽപാദനത്തിനുള്ളതാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ റൈഡൻ നഗരത്തിന് ചുറ്റുമുള്ള കാടുകളിലെ ജന്തുക്കളെല്ലാം നശിക്കില്ലേ? പ്രത്യുൽപാദനത്തിലൂടെ അവയുടെ എണ്ണം പെരുകിയാൽ മാത്രമേ നമുക്ക് വേട്ടയാടാൻ മതിയായിട്ടുള്ള ജന്തുക്കളെ ലഭിക്കുകയുള്ളൂ, അയാൾ പറഞ്ഞു. ഇവിടെയുള്ള ആളുകളെല്ലാം പേരിനും പെരുമയ്ക്കുമായി ധാരാളം മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ജീവജാലങ്ങളുടെയും വംശനാശം സംഭവിച്ചത്. അങ്ങനെ ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ
നാം വേട്ടയാടാനുള്ള മൃഗങ്ങളെയും നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലെ മറ്റു നഗരങ്ങളിൽ പോയി പണിയെടുക്കേണ്ടി വരും. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ടി വരും, അയാൾ പറഞ്ഞു. അയ്യോ, അതുകൊണ്ടാണോ കാട് മുഴുവനും വേട്ടയാടാനായി അലഞ്ഞിട്ടും ഒരു മൃഗത്തെ പോലും കാണാതിരുന്നത്? ലിയോ മനസ്സിൽ വിചാരിച്ചു. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ജോലിക്ക് അപേക്ഷിക്കാം. നീ ചെല്ല്, ചെറുപ്പമല്ലേ, പോയി ജോലിക്ക് ചേര്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ കഴിയും. ലിയോയെ ഉപദേശിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. കുറച്ചു കാലത്തേക്ക് വേട്ടയാടാൻ കഴിയില്ലെന്ന് ലിയോയ്ക്ക് മനസ്സിലായി. അവനും അടുത്തുള്ള ഏതെങ്കിലും പട്ടണത്തിലേക്ക് വേട്ടക്കാരനായി പോകാൻ തീരുമാനിച്ചു. മുന്നിൽ നിന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിലേക്ക് കാര്യമറിയാനായി അവൻ നുഴഞ്ഞു കയറി. ആ കടയ്ക്ക് മുന്നിലുള്ള ഭിത്തിയിൽ ചില നഗരങ്ങളിൽ നിന്നും അയച്ച കടലാസുകൾ ഒട്ടിച്ചിരുന്നു. അതിൽ വിവിധ ജോലികളെക്കുറിച്ചും അവയ്ക്കുള്ള ശമ്പളത്തിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ലിയോ അതെല്ലാം വിശദമായി നോക്കി. അതിൽ ഏത് തെരഞ്ഞെടുക്കണം, ഏത് നഗരത്തിലേക്ക് അപേക്ഷിക്കണം എന്നൊക്കെയുള്ള സംശയത്തിലാണവൻ. പെട്ടെന്നാണ് ഷാൻവിൽ നഗരത്തിൽ നിന്നുള്ള കടലാസ് അവന്റെ കണ്ണിലുടക്കിയത്. അത് അയച്ചത് ജൂലിയൻ ആദമാണെന്ന് അതിൽ എഴുതിയിരുന്നു. ആ പേര് കണ്ട ലിയോ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് താല്പര്യത്തോടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി അതിലേക്ക് നോക്കി. ഏയ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം എടുക്ക്. ഇനിയും ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ആവശ്യമുള്ളത് വാങ്ങി മുന്നിൽ നിന്ന് മാറിക്കൊടുക്ക്. ആ കടയുടമ ലിയോയോട് ആവശ്യമുള്ള പേപ്പർ നോക്കിയെടുത്ത് വേഗം അവിടെ നിന്നും മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഏതാനും സെൽ പോയിന്റുകൾ ഫീസ് നൽകി ലിയോ ഷാൻവിൽ നഗരത്തിൽ നിന്നും വന്ന കടലാസിന്റെ ഒരു പകർപ്പ് സ്വന്തമാക്കി. അതിനുശേഷം അവൻ ആ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരുവിധം പുറത്തേക്കിറങ്ങി. എന്താ ലിയോ, വേട്ടയാടുന്നത് മെച്ചപ്പെടാത്തത് കൊണ്ട് നീ ജോലിക്ക് പോകാൻ തീരുമാനിച്ചോ? ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു സംശയത്തോടെ ചോദിച്ചു. ആ, ചീനു, ദേ ഇങ്ങോട്ട് നോക്കി. വേട്ടയാടാൻ ആളെ വേണമെന്ന് പറഞ്ഞ് ആദമാണ് ഈ പേപ്പർ അയച്ചത്. ആദം നമ്മുടെ നഗരത്തിലേക്ക് ഇത്തരത്തിലൊരു പേപ്പർ അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വേട്ടക്കാർക്കും നന്നായി ജോലി ചെയ്യുന്നവർക്കും പ്രത്യേക പാരിതോഷികം നൽകുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജോലി നല്ലതായിരിക്കുമെന്ന്. എന്തായാലും ഒന്ന് പോയി നോക്കാം, ലിയോ ചീനുവിനോട് താല്പര്യത്തോടെ പറഞ്ഞു. ആദ്യം നീ ആ കരാർ മുഴുവനായി വായിക്കില്ലയോ, ചീനു പറഞ്ഞു. അത് കേട്ട ലിയോ പേപ്പറിലെ വിശദാംശങ്ങൾ മുഴുവൻ വായിച്ചു. ജോലിക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേട്ടയാടാൻ അറിയണം. അവർക്കായി പ്രത്യേകമായ ചില പരീക്ഷകളുണ്ട്. അതിൽ മികവ് പുലർത്തുന്നവരെ മാത്രമേ വേട്ടയാടാൻ തിരഞ്ഞെടുക്കൂ. 10-ലധികം വിചിത്ര ജന്തുക്കളെ വേട്ടയാടുക എന്നത് പ്രധാനമാണ്. നായാട്ടിൽ മൃഗങ്ങളിൽ നിന്ന് നേതാവിനെ സംരക്ഷിക്കുന്നതിന് പുറമെ മറ്റ് സമയങ്ങളിൽ നേതാവ് പറയുന്ന ജോലികൾ വിസമ്മതിക്കാതെ ചെയ്യണം. കരാർ പ്രകാരം മൃഗങ്ങളെ പരിപാലിക്കുന്നത് പോലെയുള്ള മറ്റ് ജോലികളും വേട്ടക്കാർ ചെയ്യേണ്ടതായി വരും. ലിയോ വായിച്ചു നിർത്തി. ചുരുക്കത്തിൽ പറഞ്ഞാൽ അടിമപ്പണി ചെയ്യണം അല്ലേ? എല്ലാ ജോലികളും നിങ്ങൾ തന്നെ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മുതലാളി എന്ത് ചെയ്യും? ചീനു ചോദിച്ചു. മുതലാളി നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്ക് പ്രതിഫലം തരും. നമ്മളെ പോലെയുള്ളവർ നിലനിൽപ്പിനായി വേട്ടയാടുന്നു, ഇവരെ പോലെയുള്ളവർ വിനോദത്തിനായി വേട്ടയാടുന്നു. അതാണ് ആകെയുള്ള വ്യത്യാസം, ലിയോ പറഞ്ഞു. അത് ശരിയാണ് ലിയോ, വലിയ വീട്ടിലുള്ളവർക്കെല്ലാം വിനോദമാണ്, ചീനു നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഈ ജോലി അത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നില്ല. പക്ഷേ പൊതുവെ നല്ല വേട്ടക്കാർ ഇത്തരത്തിലുള്ള ജോലി തിരഞ്ഞെടുക്കില്ല. തുടക്കക്കാർ മാത്രമേ ഇത്തരത്തിലുള്ള ജോലിക്ക് പോവുകയുള്ളൂ, ലിയോ പറഞ്ഞു. ശരി, അപ്പോൾ നിന്റെ തീരുമാനം എന്താണ്? ചീനു ചോദിച്ചു. ഞാൻ ഉറപ്പായി മാധവിനടുത്തേക്ക് ജോലിക്കായി പോവുകയാണ്. കുറച്ചു നാളെങ്കിലും വിപാശയുടെയും മൃഗലോചനന്റെയും ശല്യമില്ലാതിരിക്കുമല്ലോ. പക്ഷേ ആദ്യം എനിക്ക് വേട്ടയാടാനായി ഒരു ആയുധം വേണം. അതും പറഞ്ഞുകൊണ്ട് ലിയോ അടുത്തുണ്ടായിരുന്ന ഒരു ആയുധക്കടയിലേക്ക് നടന്നു. അധ്യായം 23. റൈഡനിൽ വേട്ടയാടൽ നിരോധനമായതുകൊണ്ട് ലിയോ ഷാൻവെൽ നഗരത്തിലേക്ക് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ വേട്ടയാടാനുള്ള ആയുധം വാങ്ങുന്നതിനായി അതിന് പറ്റിയ കട തിരഞ്ഞു നടന്നു. ഒരു വിചിത്ര മൃഗത്തെ കൊന്ന് അതിന്റെ ആത്മശക്തി കൊണ്ട് ലിയോയ്ക്ക് ലഭിച്ച കുന്തം വീരപാണിയുമായി ഉണ്ടായ വഴക്കിൽ നശിച്ചു പോയിരുന്നു. രാക്ഷസ മൃഗത്തിൽ നിന്നും ലഭിച്ച സ്വർണ്ണമഴു പരസ്യമായി ഉപയോഗിച്ചാൽ അവനാണ് സൂര്യൻ എന്ന സത്യം പുറത്തറിയുന്നതിനാൽ അതും അവന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. അന്നു മുതൽ അവൻ വേട്ടയ്ക്കായി ഉപയോഗിച്ചത് ഒരു ചെറിയ കത്തി മാത്രമാണ്. അതിനുശേഷം നിരവധി മൃഗങ്ങളെ വേട്ടയാടിയെങ്കിലും അവൻ അവയിൽ നിന്നും ഒരായുധം പോലും കിട്ടിയില്ല. ലിയോ മുന്നിൽ കണ്ട ഒരു ആയുധ കടയിലേക്ക് കയറി. വാള്, കുന്തം, മഴു, ഇരട്ടക്കത്തികൾ തുടങ്ങിയ ഒട്ടനവധി ആയുധങ്ങൾ അവൻ ആ കടയിൽ കണ്ടു. അവിടെ വിചിത്രമായ പല ആയുധങ്ങളും കണ്ടവൻ ആസ്വദിച്ച് നടന്നു. ഏയ് ചെറിയ പയ്യ, നീ എന്താ അന്വേഷിക്കുന്നത്? കടയുടമയുടെ ശബ്ദം കേട്ട് ലിയോ തിരിഞ്ഞു നോക്കി. തലയിൽ പച്ച തലപ്പാവ് കെട്ടിയ
അല്പം ഉരുണ്ട ശരീരമുള്ള മധ്യവയസ്കൻ അവന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്റെ ആയുധക്കടയിലേക്ക് സ്വാഗതം. നിനക്ക് എന്താണ് വേണ്ടത്? അവനെ നോക്കി കടയുടമ ചോദിച്ചു. എനിക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ ഒരു ആയുധം വേണം. അയാളെ നോക്കി അല്പം മടിയോടെ ലിയോ പറഞ്ഞു. ഇവിടെയുള്ള ആയുധങ്ങളെല്ലാം എന്റെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചെടുത്തവയാണ്. ഞങ്ങൾ പല ലോഹങ്ങളും ചേർത്താണ് ഗുണമേന്മയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. അതുപോലെയുള്ള ആയുധങ്ങൾ നിങ്ങൾക്ക് ഈ ചന്തയിൽ എവിടെയും കാണാൻ കഴിയില്ല. ആത്മശക്തി വഴി ലഭിക്കുന്ന പ്രത്യേക ആയുധങ്ങൾ പോലെയുള്ളവ പോലും ഞങ്ങളുടെ പക്കലുണ്ട്. നിനക്ക് യോജിക്കുന്ന ആയുധം എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാൾ ചുറ്റുമുള്ള ആയുധങ്ങളൊന്ന് നോക്കി, എന്നിട്ട് എന്തോ തീരുമാനിച്ചതുപോലെ ലിയോയെ നോക്കി പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, നിന്റെ പിന്നിൽ കാണുന്ന വാളുകളിൽ നിന്ന് ഒരെണ്ണം എടുത്തോളൂ. തുടക്കക്കാർക്ക് പറ്റിയ ആയുധം അതാണ്, അയാൾ പറഞ്ഞു. എന്നാൽ കടയുടമ അവനോട് സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ലിയോ അവിടെയുള്ള വിവിധ ആയുധങ്ങളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ കണ്ണുകൾ പെട്ടെന്ന് തവിട്ട് നിറമുള്ള പഴയ ഒരു വില്ലിൽ വീണു. ലിയോ വില്ലിലേക്ക് വിരൽ ചൂണ്ടി. ഇതാണ് എനിക്ക് വേണ്ടത്, അവൻ പറഞ്ഞു. കടയുടമ അവനെ അടിമുടി നോക്കി. നീ ഇതിനു മുൻപ് ഇത് ഉപയോഗിച്ച് വേട്ടയാടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അമ്പും വില്ലും ഉപയോഗിക്കേണ്ടതെന്ന് നിനക്കറിയുമോ? ഇല്ല. എന്താ ചോദിച്ചത്? ലിയോ സംശയത്തോടെ അയാളെ നോക്കി. അല്ല, ഭൂരിപക്ഷം ആളുകളും വേട്ടയാടുന്നതിന് വാളും കത്തിയും മഴുവും ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. വേട്ടയ്ക്കായി ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ അമ്പും വില്ലും തിരഞ്ഞെടുക്കാറുള്ളൂ. ശരിയായ അസ്ത്ര പരിശീലനം നേടിയില്ലെങ്കിൽ ഇതുപയോഗിച്ചുള്ള വേട്ടയാടലിൽ വേട്ടക്കാരൻ മരിക്കാൻ പോലും സാധ്യതയുണ്ട്. കടയുടമ ലിയോയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അവൻ അയാൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. ഇതൊരു ആയോധന കലയാണ്. അസ്ത്ര പരിശീലനം പഠിപ്പിക്കുന്ന ചില പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളുണ്ട്. യുദ്ധക്കളത്തിൽ കാറ്റ് ശക്തിയായി വീശിയാലും മതി അസ്ത്രത്തിന്റെ ലക്ഷ്യം തെറ്റാൻ. ഒരു തവണ ലക്ഷ്യം തെറ്റിയാൽ അടുത്ത അമ്പെടുത്ത് നീ തൊടുക്കുന്നതിന് മുൻപേ മൃഗങ്ങൾ നിന്നെ വിഴുങ്ങിക്കളയും. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നത് നിനക്ക് പറ്റിയത് മഴുവോ കത്തിയോ ഒക്കെയാണെന്ന്. അയാൾ പറഞ്ഞത് കേട്ട് അവൻ കുറച്ച് സമയം ആലോചിച്ചു. ഇല്ല, എനിക്ക് ഈ വില്ല് തന്നെ മതി, അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിന്റെ വിധി തടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല, അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കടയുടമ അകത്തേക്ക് പോയി. അവൻ തെരഞ്ഞെടുത്ത തവിട്ട് നിറത്തിലുള്ള വില്ല് കൊണ്ടുവന്ന് അവനെ കാണിച്ചു. ഇതാ നീ ചോദിച്ച വില്ല്. ഇത് പരമ്പരാഗതമായ ഒരു വില്ലാണ്. ഇതിലെ കൊത്തുപണികളൊക്കെ കണ്ടില്ലേ? വളരെ കലാപരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2400 അടി വരെ ഇത് ഒരേ വേഗതയിൽ പോകും. ഇതിന്റെ വില 5000 സെൽ പോയിന്റുകളാണ്. എന്നോട് വില പേശാൻ നിൽക്കരുത്, കടയുടമ പറഞ്ഞു നിർത്തി അവനെ നോക്കി. ലിയോ വില്ല് കയ്യിലെടുത്തു നോക്കി. അത് വളരെ ഗംഭീരവും മനോഹരവുമാണ്. മാത്രമല്ല നല്ല ഭാരവുമുണ്ട്. കുറച്ചു തവണ അവൻ അത് ഉയർത്തിയപ്പോഴേക്കും അവന്റെ തോളെല്ലുകൾ വേദനിക്കാൻ തുടങ്ങി. എന്തായാലും അസ്ത്രവിദ്യയിൽ പരിശീലനം നേടണമെന്ന് അവൻ തീരുമാനിച്ചു. ഈ വില്ല് എനിക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതുപോലെയുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിയോ വില്ല് കയ്യിലെടുത്ത് മതിയാകാത്തതുപോലെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ കയ്യിലാകെ 6 വില്ലുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും മികച്ചത് ഇതാണ്. അമ്പെയ്ത്തിൽ മികവ് പുലർത്തുന്നവരെ വില്ലാളികൾ എന്നാണ് വിളിക്കാറ്. നമുക്ക് നോക്കാം, നീ ഒരു വില്ലാളിയാകുമോ അതോ കോമാളിയാകുമോ എന്ന്. അതും പറഞ്ഞ് കടയുടമ ചിരിച്ചു. റൈഡൻ നഗരം ഉടൻ തന്നെ മികച്ച ഒരു വില്ലാളിയെ കണ്ടുമുട്ടാൻ പോകുന്നു, ലിയോ ചിന്തിച്ചു. 5000 സെൽ പോയിന്റുകൾ കൊടുത്ത് അവൻ ആ വില്ല് സ്വന്തമാക്കി. അതോടൊപ്പം 6 പ്രത്യേക അമ്പുകളും കൂടാതെ 40 സാധാരണ അമ്പുകളും അമ്പുകൾ വയ്ക്കുന്നതിനായി ഒരു ബാഗും അവൻ വാങ്ങി. അതിനുശേഷം കട ഉടമയോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. ഇനി മുതൽ ഈ വില്ലാണ് എന്റെ ആയുധം. റൈഡൻ നഗരത്തിലെ മൃഗങ്ങളെയെല്ലാം ഞാൻ ഇതുപയോഗിച്ച് വേട്ടയാടും. ഇനി മൃഗങ്ങളുടെ അടുത്ത് പോയിട്ടുള്ള അപകടകരമായ വേട്ടയാടലുകൾ ഒന്നുമില്ല. ദൂരെ നിന്ന് ഒരമ്പിൽ ഞാൻ അവരുടെയൊക്കെ കഥ കഴിക്കും, അവൻ അഭിമാനത്തോടെ ചീനുവിനെ നോക്കി പറഞ്ഞു. ലിയോ കാട്ടിലേക്ക് പോയി അവൻ വാങ്ങിയ വില്ലിനെ പരിശോധിച്ചു. അമ്പും വില്ലും കൈകാര്യം ചെയ്യാൻ ലിയോയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തെ പരിശീലനത്തിന് ശേഷം വില്ല് ശരിയായി ഉപയോഗിക്കാമെന്ന ആത്മവിശ്വാസം അവന് ലഭിച്ചു. ജോലി ചെയ്യാനായി ഷാൻവില്ലിലേക്ക് പോകണമെന്ന് ലിയോ മുൻപേ തീരുമാനിച്ചിരുന്നത് പ്രകാരം അവൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഷാൻവിൽ നഗരത്തിലെത്താൻ മഞ്ഞ് നിറഞ്ഞ ഒരു നദി മുറിച്ചു കടക്കണം. അതിനായി ലിയോ അവിടേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. ഏതാനും മണിക്കൂറുകൾ കപ്പലിൽ ചെലവഴിച്ചതിന് ശേഷം ലിയോ പുറത്തേക്ക് വന്നു. മഞ്ഞ് മേഘങ്ങൾ മെല്ലെ നീങ്ങിയപ്പോൾ അവനു മുന്നിൽ ഷാൻവിൽ നഗരം ദൃശ്യമായി. നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആ നഗരത്തെ ലിയോ അത്ഭുതത്തോടെ നോക്കി. ഷാൻവിൽ നഗരം റൈഡൻ നഗരത്തെക്കാൾ വലുതും സമൃദ്ധവുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കി. ആഹാ, ഈ നഗരം റൈഡൻ നഗരത്തെക്കാൾ വലുതാണല്ലോ. നീ വലിയ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു, ചീനു അമ്പരപ്പോടെ പറഞ്ഞു. കണ്ടിട്ട് റൈഡിനേക്കാൾ എല്ലാം കൊണ്ടും മികച്ച നഗരമാണെന്ന് തോന്നുന്നു, ലിയോ ആശ്ചര്യം വിട്ട് മാറാത്ത മുഖത്തോടെ പറഞ്ഞു. അവൻ അവിടെ നിന്ന ഒരു കാവൽക്കാരനെ തന്റെ കയ്യിലിരുന്ന പേപ്പർ കാണിച്ചു.
അയാൾ അനുവാദം നൽകിയപ്പോൾ ലിയോ ഷാൻവിൽ നഗരത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ട ലിയോ പരിഭ്രാന്തനായി. ജോലികൾക്കായി പല നഗരങ്ങളിൽ നിന്നും ഷാൻവില്ലിലേക്ക് വന്നവരാണ് അവരൊക്കെ. ഇത്രയും ആളുകളോ? ഇവരൊക്കെ എവിടെ നിന്നുള്ളവരാകും? ചീനു ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇത്രയും പേരുടെയും ഇടയിൽ എനിക്ക് എവിടെ നിന്ന് ജോലി കിട്ടാനാണ്? നമുക്ക് തിരികെ പോയാലോ? ലിയോ സംശയത്തോടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ നോക്കി പറഞ്ഞു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഓവിയൻ അവന്റെ 2 സുഹൃത്തുക്കളുമായി ലിയോയ്ക്ക് മുന്നിലേക്ക് വന്നു. ഏയ്, അങ്ങോട്ട് നോക്കടാ, നമ്മുടെ നഗരത്തിൽ നിന്നൊരു കോമാളി ഇവിടേക്ക് വന്നിരിക്കുന്നു. ഓവിയൻ ലിയോയെ ചൂണ്ടി പരിഹാസത്തോടെ പറഞ്ഞു. ലിയോ കടുത്ത മുഖത്തോടെ അവരെ നോക്കി. ഏയ് കോമാളി, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇവിടെ ജോലിക്ക് ആളുകളെ വേണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ നേരം പോക്കിന് കോമാളികളെ വേണമെന്നല്ല. ഓവിയൻ ലിയോയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കൂട്ടുകാരും ഒപ്പം ചേർന്ന് ലിയോയെ കളിയാക്കുകയും അവിടെ കൂടിയിരുന്ന മറ്റാൾക്കാരെ കൂടെ കൂട്ടി അവനെ പരിഹസിച്ച് പലതും പറയുകയും ചെയ്തു. നീ എന്താ ആലോചിക്കുന്നത് കോമാളി? പണ്ടുകളെയല്ല ഇവിടെ വേട്ടയാടേണ്ടത്. അല്ലെങ്കിൽ തന്നെ വേട്ടയാടാൻ അറിയാത്ത നീയാണോ വേട്ടയ്ക്ക് പോയി മുതലാളിമാരെ സംരക്ഷിക്കാൻ പോകുന്നത്? ഓവിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൻ സൈന്യത്തിൽ ചേർന്നാൽ അതിലുള്ള മൃഗങ്ങളെയൊക്കെ ഇവൻ സംരക്ഷിച്ചോളും. ഇവനെ കൊണ്ടൊക്കെ അതിനേ കഴിയൂ. ഓവിയന്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും യുവനീതൻ എന്ന പേരുള്ള ഒരു യുവാവ് പുറത്തേക്ക് വന്നു. അവൻ നേരെ ലിയോയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, നീയാണോ റൈഡൻ നഗരത്തിൽ നിന്നും വന്ന ലിയോ? അതെ. ലിയോ സംശയത്തോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. നീ ഇവിടെ വേട്ടയാടാൻ വന്നതാണോ? യുവനീതൻ ചോദിച്ചു. അതെ, അതിനാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ലിയോ പറഞ്ഞു. ഞാൻ നിന്നെ ജോലിക്കെടുത്തിരിക്കുന്നു. നിനക്ക് എന്റെ കൂടെ ജോലി ചെയ്യാൻ സമ്മതമാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒരു കരാറുണ്ടാക്കാം, ആ യുവാവ് പറഞ്ഞു. യുവനീതൻ പറഞ്ഞത് കേട്ടതും അവിടെ കൂടിയിരുന്നവർ ബഹളം തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് ആളുകളിൽ നിന്നും ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ലിയോ ആണ്. നീ എന്താ കാണിച്ചത് യുവ? റൈഡൻ നഗരത്തിൽ നിന്നും വന്ന എല്ലാവരും അവനെ കോമാളി എന്ന് വിളിക്കുന്നു. അവനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? യുവനീതന്റെ കൂടെ വന്ന ഒരു സുഹൃത്ത് അവനെ തന്റെ അരികിലേക്ക് വിളിച്ചടുപ്പിച്ച് ചോദിച്ചു. അതേ യുവ, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആദ്യം ഓടുന്നത് അവനായിരിക്കും, യുവനീതന്റെ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു. എന്നാൽ യുവനീതൻ കൂട്ടുകാരുടെ ഉപദേശങ്ങളെല്ലാം അവഗണിച്ചു. ഞാൻ ലിയോയെ ജോലിക്കെടുത്തു. ബാക്കിയുള്ളവരെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ജോലിക്കെടുക്കാം, യുവനീതൻ ആൾക്കൂട്ടത്തിനെ നോക്കി വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ലിയോ അമ്പരപ്പോടെ എല്ലാം നോക്കി നിന്നു. യുവനീതൻ ഉണ്ടാക്കിയ കരാറിൽ ലിയോ ഒപ്പിട്ടു. ആ സമയം ആൾക്കൂട്ടത്തിൽ നിന്നും ആരവം ഉയർന്നു. ഒരു കഴിവുമില്ലാത്ത ഒരാളെ പ്രഥമ പരിഗണന നൽകി തെരഞ്ഞെടുത്തത് അവിടെ കൂടിയിരുന്ന ആർക്കും ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം പരിചയസമ്പന്നരായ ഏതാനും ചില വേട്ടക്കാരെ കൂടി യുവനീതൻ തെരഞ്ഞെടുത്തു. ഓവിയനും കൂട്ടുകാരും അവരുടെ ആത്മശക്തിയും പോരാട്ട വീര്യവും പ്രകടനത്തിലൂടെ തെളിയിച്ച് ലിയോയുടെ ഒപ്പം യുവനീതന്റെ സൈന്യത്തിൽ ചേർന്നു. ഏയ് കോമാളി, നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയോ? ഇനിയാണ് നീ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. നീ വേട്ടയാടുന്നത് എനിക്കൊന്ന് കാണണം. വല്ല മൃഗങ്ങളുടെ വായിൽ അകപ്പെട്ട് ചാകാനാകും നിന്റെ വിധി. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാം. എന്തായാലും നീ ശ്രമിച്ചു നോക്ക്, ഓവിയൻ ദേഷ്യത്തോട് പറഞ്ഞു. ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഓവിയനെയും കൂട്ടുകാരെയും നോക്കി പറഞ്ഞിട്ട് ലിയോ അവരുടെ അടുത്ത് നിന്നും മാറി നിന്നു. യുവനീതൻ മികച്ച 10 പടയാളികളെ കൂടി തന്റെ സൈന്യത്തിലേക്ക് തെരഞ്ഞെടുത്തു. അടുത്ത കുറച്ച് മാസങ്ങളിൽ യുവനീതൻ വേട്ടയാടാനായി പോകുമ്പോൾ മൃഗങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കാനും അവന് വേണ്ടി വിചിത്ര മൃഗങ്ങളെ വേട്ടയാടാനും തെരഞ്ഞെടുക്കപ്പെട്ടവർ ഉടമ്പടി ചെയ്തു. ലിയോ, സാധാരണയായി ഇത്തരം സൈന്യങ്ങളിൽ ചേരുന്നവർ എങ്ങനെയെങ്കിലും തൊഴിലുടമയിൽ നിന്നും നല്ല പേര് നേടാനും അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ശ്രമിക്കും. മുതലാളിമാരെക്കുറിച്ച് നന്നായി അറിയാമെങ്കിൽ അവർ പറയുന്ന സമയത്ത് വേട്ടയാടുക എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നീ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ, ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു മുന്നറിയിപ്പ് നൽകി. റൈഡൻ നഗരത്തിലുള്ളവരിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. മറ്റൊരു നഗരത്തിൽ ജോലി ചെയ്യാനായി എത്തിയത്. പക്ഷേ ഈ ഓവിയനും കൂട്ടരും എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല, ലിയോ സങ്കടത്തോടെ പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നുന്നു ലിയോ. നിന്നെ ഉപദ്രവിക്കണമെന്ന ലക്ഷ്യം വെച്ചാണ് ഓവിയനും കൂട്ടുകാരും യുവനീതന്റെ സൈന്യത്തിൽ തന്നെ ചേർന്നത്. ഇനി മുതൽ നീ വളരെ ശ്രദ്ധിക്കണം, ചീനു ലിയോയ്ക്ക് മുന്നറിയിപ്പ് നൽകി. യുവനീതൻ ഒരു സാധാരണക്കാരനല്ല. ഷാൻവിൻ നഗരത്തിലെ പരമ്പരാഗതമായ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണവൻ. കൗമാരപ്രായത്തിലുള്ള സുന്ദരനായ ഒരു യുവാവ്. ഷാൻവിൽ പട്ടണത്തിലുള്ളവരെല്ലാം യുവനീതന്റെ കുടുംബത്തിനെ ആദരവോടെയാണ് കാണുന്നത്.
അദ്ദേഹം നല്ലൊരു പോരാളി കൂടിയാണ്. എന്നാൽ വേട്ടയാടുന്നതിൽ വേണ്ടത്ര പരിചയം യുവനീതനില്ല. അതുകൊണ്ടാണ് മികച്ച പടയാളികളെ തന്റെ സൈന്യത്തിലേക്ക് അവൻ തിരഞ്ഞെടുത്തത്. യുവനീതൻ തന്റെ പുതിയ സൈന്യത്തോടൊപ്പം വേട്ടയാടാൻ വേണ്ടി പോയപ്പോഴെല്ലാം ലിയോ തന്റെ വില്ലുകൊണ്ട് മൃഗങ്ങളെ പരാജയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ലിയോ വേട്ടയാടുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്പെയ്ത്ത് പരിശീലിക്കുകയായിരുന്നു. അങ്ങനെ യുവനീതന്റെ സൈന്യം കാട്ടിൽ ചില ജന്തുക്കളെ വേട്ടയാടിക്കൊണ്ട് മുന്നേറി. എല്ലാവരും വിശ്രമിക്കുന്ന സമയത്തും ലിയോ അമ്പെയ്ത്ത് പരിശീലിക്കുകയാവും. ഓരോ ദിവസം കഴിയുന്തോറും തന്റെ അമ്പെയ്യാനുള്ള കഴിവുകൾ അവൻ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ ഒരു മരത്തിൽ വൃത്തം വരച്ച് 60 അടി ദൂരെ നിന്ന് ആ വൃത്തത്തിലേക്ക് അമ്പുകൾ എയ്ത് പരിശീലിക്കുകയാണ്. എന്നാൽ അവൻ അയക്കുന്ന അമ്പുകൾ ഒന്നുപോലും ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ഓവിയന്റെ കൂട്ടുകാരനായ ബിക്രം അത് കണ്ടിരുന്നു. കോമാളി, നീ അവിടെ അമ്പെയ്ത് കളിക്കുകയാണോ? നിന്റെ ഒരസ്ത്രം പോലും ലക്ഷ്യത്തിൽ എത്തുന്നില്ലല്ലോ. 60 അടി ദൂരെ പോലും നിനക്ക് അമ്പെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള നീ എങ്ങനെ ഈ വില്ലുപയോഗിച്ച് അപകടകാരികളായ മൃഗങ്ങളെ വേട്ടയാടും? ബിക്രം പരിഹാസത്തോടെ ചോദിച്ചു. എന്നാൽ ലിയോ അവനെ കേട്ടതായി ഭാവിക്കാതെ അമ്പെയ്ത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡാ വിട്ടുകള, ഈ കോമാളിയെ നമ്മുടെ മുതലാളി വേട്ടയ്ക്കൊന്നുമല്ല എടുത്തത്. തൊഴുത്തിലെ മൃഗങ്ങളെ പരിപാലിക്കാനാണ്. അല്ലെങ്കിലും ഇവനെ പോലെ ഉള്ളവന്മാരുടെയൊക്കെ സ്ഥാനം തൊഴുത്തിൽ തന്നെയാണ്. ഓവിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ നിന്നവരും ലിയോയെ കളിയാക്കി ചിരിച്ചു. ലിയോ, ഇവന്മാർ നിന്നെ ഈ വിധം അപമാനിച്ചിട്ടും നിനക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ നിൽക്കാൻ കഴിയുന്നത്? നിനക്കിതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നില്ലേ? ഛേ, നീ എന്തൊരു മനുഷ്യനാണ്! നീ ഇങ്ങനെയെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയാൽ നിന്നെ ഉറപ്പായും മൃഗങ്ങളെ നോക്കാൻ തൊഴുത്തിലേക്ക് വിടും. ചീനു കോപം അടക്കാൻ കഴിയാതെ ലിയോയെ നോക്കി പറഞ്ഞു. എന്നാൽ ലിയോ വന്ന ദേഷ്യം നിയന്ത്രിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ഓവിയനും വിക്രമും ലിയോയെ കടന്നു പോകുമ്പോൾ ഓവിയൻ ലിയോയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് മന്ത്രിച്ചു. ഡാ, ഞങ്ങളെ അറിയാമെന്ന് നീ ഇവിടെ ആരോടും പോയി പറയരുത്. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിന്നെ പോലെ കോമാളിയാണെന്ന് അവർ കരുതും. ലിയോ ഒന്നും മിണ്ടാതെ ഓവിയനെ നോക്കി. എനിക്കെന്താ നിന്നോട് ഇത്ര ദേഷ്യമെന്നറിയില്ല. നിന്റെ ദേഹം കൂടുതൽ വേദനിക്കണ്ടെങ്കിൽ യുവനീതനോട് ചെന്ന് വേട്ടയാടാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഓടിപ്പോകാൻ നോക്ക്, ബിക്രം പറഞ്ഞു. ഓവിയനും കൂട്ടുകാരും ലിയോയെ അവിടെ നിന്നും ഓടിപ്പോകാൻ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോയി. ലിയോ ഉള്ളിലുള്ള ദേഷ്യം നിയന്ത്രിച്ച് പൂർണ്ണ ഏകാഗ്രതയോടെ അവന്റെ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തു. അവൻ ആഗ്രഹിച്ചതുപോലെ ഇത്തവണ അമ്പ് ലക്ഷ്യത്തിലേക്ക് തറച്ചു കയറി. കാട്ടിലൂടെ യുവനീതന്റെയും സംഘത്തിന്റെയും യാത്ര തുടർന്നു. ഇത്തവണ യുവനീതനും നന്നായി വേട്ടയാടുകയും ചില വിചിത്ര മൃഗങ്ങളെ കൊല്ലുകയും ചെയ്തു. ഓവിയനും കൂട്ടാളികളും യുവനീതനെ വേട്ടയ്ക്ക് സഹായിച്ചു. 10 പേരടങ്ങുന്ന സംഘവുമായി യുവനീതൻ കാട്ടിൽ മുന്നേറുകയാണ്. പെട്ടെന്ന് അവരുടെ സംഘത്തിന് മുന്നിൽ വലിയൊരു വിചിത്ര മൃഗം വന്ന് ചാടുന്നു. അതിനെ കാണാൻ ഒരു കുറുക്കനെ പോലെയുണ്ട്. പടയാളികൾ കുറുക്കനെ വേട്ടയാടാനായി ആയുധങ്ങൾ എടുത്തു. നിൽക്കൂ, ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോരാടാം, യുവനീതൻ പടയാളികളെ നോക്കി പറഞ്ഞുകൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തോടെ ഒറ്റയ്ക്ക് ആ വിചിത്ര മൃഗത്തിനടുത്തേക്ക് ചുവടുകൾ വെച്ചു.